ഹാലലുയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ യഥാർത്ഥവുമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 41 അധ്യായം അതിൻ്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്തിനെതിരായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. അൽഖു ഷെബോന ഹദിയ മൈഹത്തോ റഖസി ഹത്തുനാസിയ. അനേക കുടുംബ മണ്ഡലങ്ങൾ പല വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്. എങ്ങനെ എൻ്റെ ഈ വിഷയത്തെ പരിഹരിക്കും? എങ്ങനെ ഞാൻ ഭയത്തിൽ നിന്നും, ഈ പ്രയാസത്തിൽ നിന്നും, ഈ കടഭാരത്തിൽ നിന്നും, ഈ രോഗത്തിൽ നിന്നും, ഈ എൻ്റെ കൊച്ചിൻ്റെ ഈ അഡ്മിഷൻ്റെ കാര്യത്തിൽ നിന്നും, ഇങ്ങനെ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഭയത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളവർ അവരുടെ കുടുംബങ്ങളെ അത് സമാധാനവും സമൃദ്ധിയും ഭയത്തെ മാറ്റി കർത്താവ് ജനത്തിന് പുതുവാതിലുകളെ തുറക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ ഈ എളിയവനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, നീ ജനത്തോട് സംസാരിക്കണം. ദൈവവചനത്തിന് വിരീതമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും ഭവനമണ്ഡലങ്ങളെന്നും വ്യക്തിമണ്ഡലങ്ങളെന്നും യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമീൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പല വിഷയത്തിൻ്റെ മേൽ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ അനേക സഹോദരന്മാർ ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. എൻ്റെ പ്രിയ സഹോദര, നീ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, നിൻ്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഒന്ന് സമർപ്പിച്ചാൽ, ഒന്ന് ഇറക്കി വെച്ചാൽ, സാധിച്ചാൽ, നിശ്ചയമായി അവൻ പുതുവാതിലുകളെ തുറക്കുന്ന ഒരു ദൈവമാണ്. അവൻ പുതുവാതിലുകളെ തുറക്കുന്ന ഒരു യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനായ ദൈവം. നിൻ്റെ ഭയം കൊണ്ടുവരുവാൻ ഒന്നാമത്തെ കാരണം, നിൻ്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ നിനക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല. നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ നീ ഇറക്കി വെക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിൻ്റെ ഭയത്തെ മാറ്റുവാൻ സാധിക്കും. അതിന് ഒന്ന് നീ ചെയ്യേണ്ടത്, നിൻ്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വ്യക്തിയായി മാറണം. അതിന് നീ നിൻ്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകണം. നീ ദൈവത്തോട് ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നീ ചെയ്യേണ്ടത്, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജൽപ്പനം ചൊല്ലരുത്. അന്യഭാഷത്തിൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യമാകരുത്. നിങ്ങൾ ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നവല്ലോ. നിങ്ങൾ
ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഭയം മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവത്തെ വിളിക്കുന്നവരായി, ദൈവത്തെ ആശ്രയിക്കുന്നവരായി മാറണം. 2, നിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നീ സമർപ്പിക്കുന്നവനായി മാറണം. 3-ാമത്തെ കാര്യം, നീ നിൻ്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കണം. നിൻ്റെ ഭയം മാറുവാൻ, നിൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറുവാൻ, നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുവാൻ നീ ദൈവത്തിൻ്റെ മുന്നിൽ നിൻ്റെ ഭാരങ്ങളെ ഇറക്കുന്നവനായി, ആ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിൻ്റെ സാഹചര്യങ്ങളെ, ഭയത്തെ മാറ്റുവാൻ കഴിയും. അതിന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമടും ലഘുവുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ യൂട്യൂബ് ചാനലിൽ പ്രോഗ്രാം കാണുന്ന ഭയപ്പെടുന്ന വ്യക്തി ജീവിതമേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നിൻ്റെ ജീവിതത്തിൽ ഒന്ന് ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ ദൈവം എനിക്ക് മറുപടി നൽകുന്നവനാണ്. ഞാൻ ഏത് വിഷയത്തിന് മേൽ ആശ്രയിക്കുന്നുവോ അതിന് ഉത്തരം നൽകുന്നവനാ ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 11:1, വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു. നീ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, യേശുവേ, അങ്ങ് എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ആവശ്യത്തിൻ്റെ മേൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് ഏത് വ്യക്തി അങ്ങനെ വിശ്വസിച്ചാലോ അവിടെ ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു യേശുവിനെ, ഒരു യേശുക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ ആരുടെയും കണ്ണുനീര് കണ്ടുകൊണ്ട് കടന്നു പോകുന്ന ദൈവമല്ല. കണ്ണുനീരിൻ്റെ മധ്യയിൽ ഇറങ്ങി വന്ന് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ഭയത്തോടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ഭയം മാറുവാൻ നീ കർത്താവിൻ്റെ മുന്നിൽ നിൻ്റെ ഭാരങ്ങളെ സമർപ്പിക്കുക. എന്നിട്ട് അവൻ്റെ നുകം എടുക്കുക. എൻ്റെ നുകം എൻ്റെ ചുമടും ലഘുവുമാകുന്നു. അവൻ്റെ നുകം, അത് ക്രിസ്തുവിൻ്റെ മനോഭാവം നിൻ്റെ ജീവിതത്തിലിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങൾ മാറും. കണ്ടോ, കർത്താവ് 5000 പേര് കൂടിയെടുത്ത് അവിടെ ഒരു മനുഷ്യനെ ജാതിഭേദം ഒന്നും നോക്കാതെ എല്ലാവർക്കും ആഹാരം കൊടുത്ത് 2 മീനും 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും കുഞ്ഞുങ്ങളും സ്ത്രീകളും കൂടാതെ 5000 പുരുഷന്മാരെ അവൻ പോഷിപ്പിച്ച ദൈവം. ആ കർത്താവിനറിയാമായിരുന്നു ആ മലപ്രസംഗത്തിൽ എത്ര 1000 പേര് ആഹാരം കഴിക്കാൻ വന്നവരുണ്ട്, എത്ര 1000 പേര് ദൈവവചനം കേൾക്കുവാൻ വന്നവരുണ്ടെന്ന് കർത്താവിനറിയാം. എന്നാൽ ആർക്കും മുഖവശം കാണിക്കാതെ അവൻ എല്ലാവർക്കും ഒരുപോലെ ആഹാരം കൊടുത്ത ദൈവമാണ്. ആ ദൈവം നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ അവൻ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അവൻ മഹാസമ്പന്നനാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദര, ദൂരത്ത് ഭയപ്പെടുന്ന വ്യക്തി ജീവിതമേ, വർഷങ്ങളായി നിനക്ക് കിട്ടുവാനുള്ള ചില പെൻഡിങ്ങുകളുണ്ട്, ചില ബില്ലുകൾ. ആൽക്കോ ഷേബോന ഹസ്തിയ, നീ ഭയപ്പെടുന്ന ആ വിഷയത്തെ നീ ദൈവസന്നിധി ഇന്ന് സമർപ്പിക്കുവാൻ നീ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ വർഷങ്ങളായി കിട്ടുവാനുള്ള ചില ഫൈനാൻസ് ബില്ലുകൾ, അൽബറോ ഹസ്തുനി ശക്തൂരി ഹസ്തിയ, ചില പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. വർഷങ്ങളായി
ചില കമ്പനികൾ, കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ചില വ്യക്തിമണ്ഡലങ്ങൾ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചില വ്യക്തിമണ്ഡലങ്ങൾ, അൻബൊഷാംതൊറാക്കസിയ 1, 2, 3, 4 വ്യക്തികളുണ്ട്. അവർക്ക് ചില ബില്ലുകൾ വർഷങ്ങളായി വലിയ ഒരു എമൗണ്ട് കിട്ടുവാനുണ്ട്. എന്നാൽ നീ ഭയപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അത് ആര് ആമയെന്ന് ഏറ്റെടുക്കുന്നുവോ അവിടെയാണ് അത്ഭുതം കാണുന്നത്. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഭാരപ്പെടേണ്ട. എൻ്റെ മുന്നിൽ മരണം മാത്രമുള്ളെന്ന് പറയുന്ന ചില വ്യക്തിമണ്ഡലമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിന്നെ സഹായിക്കും. നീ ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ ഭാരങ്ങളെ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എൻ്റെ നുകം നീ ഏറ്റെടുക്കുവാൻ, എൻ്റെ നുകം അത് ക്രിസ്തുവിൻ്റെ മനോഭാവം നീ ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിനക്ക് ചില അടഞ്ഞ വഴികൾ സ്വർഗം ഇന്ന് തുറന്നു നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില കുടുംബത്തിൻ്റെ നായകന്മാരോട്, ചില സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വർഷങ്ങളായി ശൂന്യാവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ പറ്റാതെ കടത്തിൻ്റെ ഭാരത്താൽ തകർക്കപ്പെട്ട ചില സഹോദരിമാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ തകർച്ചകളെ മാറ്റി ഞാൻ നിന്നെ പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുമെന്ന്, നിന്നെ നിന്ദിച്ച ദേശത്തിൻ്റെ മധ്യയിൽ ഞാൻ നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആഴിതന്നായത്തിൽ മുങ്ങിയാലും ആ ജലം നിൻ തല കവിയുകില്ല. അഗ്നിയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേ. അഗ്നിയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ശൂദ്രവിദ്യാ നിനക്കേശുവില്ല. മന്ത്രമോ തന്ത്രമോ ഫലിക്കയില്ല. വിഷമുള്ള സർപ്പത്തെ തഴുകിയാലും വിഷമൊട്ടും എന്നെ തീണ്ടുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിൽ ഭയം മാറുവാൻ 1, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണം. 2, നിൻ്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന വ്യക്തിയായി മാറണം. ആ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഭയത്തെ മാറ്റുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഭാരത്തോടെ ആകുലതയോടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലമേ, നിൻ്റെ ഭാരങ്ങളെ അറിയുന്നവനായ ദൈവം, നിൻ്റെ ഭയത്തെ അറിയുന്നവനായ ദൈവം, ആ ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് അവൻ അത്ഭുതം ചെയ്തിരിക്കുകയാണ്. നിൻ്റെ ഭാരങ്ങളെ അവൻ മാറ്റിയിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഭയപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, നിൻ്റെ ഭാരങ്ങളെ അവൻ പൂർണ്ണമായി വിടിവിച്ചതിനായി നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും.
ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അനേക കുടുംബ മണ്ഡലങ്ങളിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ഭവന മണ്ഡലങ്ങളിൽ ഭയത്തിൻ്റെ ശക്തികൾ, അന്ധകാര കോട്ടകൾ ഉടഞ്ഞു മാറട്ടെ. അൻഷ് ഖേലബോ നഹത്തി റസ്തെ മാ നഹംദിയ യാബു നഹസ്തോ റോക്കോഷിയ നീക്കേൽ ലാംതി സിക്കസിയ. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഭവന മണ്ഡലത്തെ അസ്വസ്ഥപ്പെടുത്തി ഭയം കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹൗ ഷെക്കൽ റാൻതോരിയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.